ഹായ് ഫ്രണ്ട്സ്, SRG ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, ഇന്ന് നമ്മൾ കുറച്ച് പച്ചക്കറി തൈകൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കൃഷിഭവനിൽ നിന്ന് വാർഡിലത്തെ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ ഇറക്കിയതാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതിനകത്ത് ക്യാബേജ് ഉണ്ട്, പിന്നെ വന്നിട്ട് ഇതൊക്കെ ക്യാബേജാണ് കേട്ടോ. എനിക്ക് പക്ഷേ ക്യാബേജും കോളിഫ്ലവർ തൈയൊന്നും മനസ്സിലാവണില്ല ഏതാണെന്ന്. ഇത് വന്നിട്ട് പച്ചമുളക് തൈയാണ്. പച്ചമുളക് കുറച്ചേ ഉള്ളൂ. പിന്നെ തക്കാളി തൈ കണ്ടോ, അടിപൊളിയായിട്ടില്ലേ തക്കാളി തൈയൊക്കെ. എല്ലാ തൈയും കൂടെ അങ്ങനെ ഒരുമിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത് ഇത്രയും തക്കാളി തൈ, ബാക്കിയുള്ളത് പച്ചമുളക് തൈയാണ് കേട്ടോ. ഒരു 3 ട്രേയോളം ഉണ്ട്. പിന്നെ കോളിഫ്ലവർ ആണെന്ന് പറഞ്ഞത്. കോളിഫ്ലവർ ആണോ ക്യാബേജ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല. രണ്ടും ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ രണ്ടും ഒരേപോലെ ഇല്ലേ അല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഏതാണെന്നൊന്നും മനസ്സിലാവണില്ല. അപ്പോൾ ഇത്രയും തൈകളാണ് ഇന്ന് ഇവിടെ ഇറക്കിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ 10:30-ക്കാണ് എല്ലാവരെയും വരാൻ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ ഇങ്ങനെ എല്ലാം കൂടെ കാണാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും തൈകളാണ് ഇവിടെ ഇറക്കിയിട്ടുള്ളത്. അടിപൊളിയായിട്ടില്ലേ? ഇതുണ്ടോ? പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ എല്ലാം ഒരേപോലെ ഉണ്ട് അല്ലേ. ക്യാബേജും കോളിഫ്ലവറും ഏതാണെന്ന് എനിക്കറിയണില്ല കേട്ടോ. ഇനി നമ്മുടെ കൊച്ചു വെണ്ട, എൻ്റെ വീട്ടിലത്തെ റോസും ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കവറിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് കേട്ടോ മുട്ടക്കായ്. ഞാൻ ഇനി റോസ് വാങ്ങിയിട്ട് വെക്കണ രീതിയൊന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ആ 2 ചെടിയാണ് കേട്ടോ ഇത്. മുട്ടക്ക വന്നു, പഴയതെല്ലാം പോയിട്ട് പുതിയ തൈയും പുതിയ മുട്ടക്ക വന്നു കേട്ടോ. ഇത് നമ്മുടെ വഴുതനങ്ങ. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കാറുള്ളതാണ്. പക്ഷേ ഇതിലൊത്തിരി കായുണ്ട്, അപ്പം ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ വെള്ളക്കാന്താരിയാണ്. ഇത് കണ്ടോ, ആ കൊച്ചു തൈ ഉണ്ടായിരുന്നല്ലോ, ചെറിയ തൈ, അതാണ് കേട്ടോ ഇത്. നിറച്ച് കായായി. ഇനി എനിക്കും ഇപ്പോൾ കുറച്ച് പച്ചക്കറി തൈ കിട്ടി. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, നമ്മുടെ വെണ്ടയൊക്കെ പോയി, വെണ്ടയൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം പോയി. അപ്പോൾ ഞാനിവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ തൈകൾ ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. ഇത് പച്ചമുളകാണ് കേട്ടോ. പിന്നെ ഇത് വഴുതനങ്ങ തൈ 2 കിട്ടിയുള്ളൂ കേട്ടോ. 2 ഉണ്ടായി വരുന്നുണ്ട്. ഈ തക്കാളി ഇത്രയും വന്നു, പക്ഷെ ഒരെണ്ണം പോലും കായ് കിട്ടിയില്ല കേട്ടോ. അത് ഭയങ്കര വിഷമമായി എനിക്ക്. ഒന്നും കിട്ടിയില്ല, അങ്ങനെ ഉണങ്ങിപ്പോയ പോലെ ഉണ്ട്. ഇതിൻ്റെ വഴുതനങ്ങയിൽ പൂവായി കേട്ടോ. നമ്മുടെ ഒരു കൊച്ചു വെണ്ട തൈ കണ്ടാലോ. ഇത് കറിവേപ്പില തൈയാണ് കേട്ടോ. അതായത് കഴിഞ്ഞ വീഡിയോയിൽ കുരുടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നില്ല, അങ്ങനെ മുരടിച്ചിട്ട് ഇതിനകത്തൊരു മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ നന്നായിട്ട് തഴച്ച് വരുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ വെണ്ടയിൽ കായ് വന്നിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ. ഇത് ഞാൻ വാങ്ങി വെച്ചതാണ് വെണ്ട തൈ. അപ്പോൾ ഇനി ഇതെല്ലാത്തതൊക്കെ കഴിഞ്ഞു കേട്ടോ. തൈകൾ കൊടുത്തു കഴിഞ്ഞു. ഇനിയും ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ തക്കാളി തൈ ഇത്രയേ ഉള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞു. മുളക് തൈയും അതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഓരോന്നും. അപ്പോൾ ഇതെല്ലാത്തെല്ലാം നമ്മുടെ തൈകൾ കഴിഞ്ഞു. നമ്മുടെ ചേഞ്ച് റോസാണ് ഇത്. മിക്ക വീടുകളിലും കണ്ടിട്ടുണ്ട് കേട്ടോ. രാവിലെ വൈറ്റും ഉച്ചയ്ക്ക് ശേഷം അതിങ്ങനെ പിങ്കായിട്ട് വരും കണ്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഇവിടെ വന്നവരൊക്കെ ഇതിൻ്റെ കൊമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ആകുമ്പോൾ വെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് നിറയെ പൂവുണ്ട് അല്ലേ. ബ്ലൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാത്തതെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി തൈകളെല്ലാം ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്.